ഗുഡ് ഈവനിങ്. മുഹമ്മദ് അലി, നോളജ് ഗൈഡ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഒരു സമ്മാനം ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഞാൻ ഈ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കുകൾ കുറച്ച് കട്ടിയായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കാണാൻ ആൾക്ക് സന്തോഷം കിട്ടും, ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ ഒരുപാട് ആളുകൾ കണ്ടായിരുന്നു. ഇത് ഒരുപാട് ആളൊന്നും കാണുന്നില്ല. പക്ഷേ എല്ലാ എൻ്റർടൈൻമെൻറ്റ് പോരല്ലോ, കുറച്ച് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മൾ എല്ലാവരും വളരെ വൈകാരികമായിട്ട് അസംതൃപ്തരാണ്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ ഞാനിത് എൻ്റെ കാര്യം മാത്രമല്ലല്ലോ, ഒരുപാട് ആളുകളുടെ കാര്യം. ഇപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പിൽ, ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഒരുപാട് ഹാൻഡിൽസ് ഉണ്ടല്ലോ, ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ്. അപ്പോൾ അതിൽ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സംവദിക്കുന്നത് കേൾക്കുമ്പോൾ, അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിലും ശരി, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ശരി, അതിൽ നിന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ എനിക്കുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും. ആ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്നും എത്രയോ വർഷമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നില്ല കേട്ടോ. മിനിമം എനിക്ക് തോന്നുന്നു ഒരു 50 വർഷം മുമ്പ് ഉള്ള ആളുകളെ പോലെ നമ്മൾ ജീവിക്കുന്നില്ല. അന്നും ഈ ലോകം തന്നെയായിരുന്നു. അന്നും കുടുംബ ബന്ധം, സുഹൃത്ത് ബന്ധം, അയൽവക്ക ബന്ധം, സമൂഹത്തിലെ ബന്ധങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമാണ് അവർ സ്വസ്ഥരല്ലാന്ന് ഉള്ള ഒരവസ്ഥയുള്ളത്. ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വളരെ ഒരു ഇമോഷണൽ ബംബാർഡിങ് ആൻഡ് ഔട്ട് ബ്രേക്ക് കാണുന്നത്. നേരം വെളുത്ത് കണ്ണ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ഉറങ്ങുന്നവരെ നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടി വരുന്നതും ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അധികം ബഹുഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ ഇമോഷണലായിട്ട് വരുന്നത്. അതിന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ കൈവിട്ട് പോയിട്ടുണ്ട്. നമ്മൾ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മുടെ വിൽ പവറാണ്. ആ വിൽ പവർ എന്ന് പറയുന്നത്, വിൽ ഉണ്ടാക്കുന്നത് ഞാൻ എന്നുള്ള ഞാനൊരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്. ആ ആത്മാവ് ചുമ്മാ ഒരു ആത്മാവല്ല, ഒരു ആത്മാവ്, ഒരു യൂണിവേഴ്സൽ ആത്മാവിൽ നിന്നുള്ള തുടർച്ചയാണ്. ഈ ഞാൻ എനർജിയാണ്. ഈ മൊത്തമുള്ള എനർജിയെ സോഴ്സിൽ നിന്ന്, സ്ട്രിങ്സ് തിയറി നമ്മൾ പറയും, വന്നിട്ടുള്ളതാണ് എല്ലാ ചരാചരങ്ങളും ഒക്കെ കാണുന്നത്. എല്ലാ യൂണിവേഴ്സ് മാത്രമല്ല, യൂണിവേഴ്സസ്, സൂര്യനായിട്ട് ചന്ദ്രനായിട്ട് ഇതെല്ലാം അവർക്കുള്ള ഒരു ഊർജ്ജം പോലെ നമുക്കുണ്ട്. നമുക്ക് തൊട്ടടുത്തായിട്ട് കിട്ടുന്ന നമ്മളിലേക്ക് വരുന്ന ഊർജ്ജമുള്ളത് നമുക്ക് ചന്ദ്രനിൽ നിന്നുള്ളത് ഊർജ്ജം. ആ ഊർജ്ജം തന്നെയാണ് സൂര്യനിൽ നിന്നുള്ള ഈ ഊർജ്ജം. ആ ഊർജ്ജം തന്നെ ചന്ദ്രന് കിട്ടുന്നത്. അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വരുമ്പം ഒരു കുളിർമുള്ള ഊർജ്ജം. അപ്പോൾ ഈ ലൈഫ് നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് സൂര്യനും നമ്മളും അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. നമ്മൾ സൂര്യനിൽ നമ്മുടെ ലൈഫില്ല, ബയോളജിക്കൽ ലൈഫ്. ചന്ദ്രനിലെ ബയോളജിക്കൽ ലൈഫില്ല. അപ്പോൾ ഇത് എപ്പോഴത്തെ കണ്ടില്ലേ ഈ ഭയങ്കര ചൂടൊക്കെ. കാര്യം എന്താ വെച്ചാൽ പണ്ടത്തെ യൂണിവേഴ്സ് അല്ല ഇപ്പോൾ, പണ്ടത്തെ ഭൂമിയല്ല എന്ന് മാത്രമല്ല, യൂണിവേഴ്സും അല്ല. ചന്ദ്രനും സൂര്യനും എന്തോരം മാറ്റം വന്നിരിക്കുന്നു. സൂര്യനും മാറ്റം വന്നിരിക്കുന്നുണ്ട്, ചന്ദ്രനും മാറ്റം വന്നിരിക്കും. 2 തരം തിയറിയാണെന്ന് പറയുന്നത്. സൂര്യൻ ചെറുതായി എന്നാണ് പറയുന്നത്. ചില ആളുകൾ പറഞ്ഞാൽ അങ്ങനെയല്ല, സ്പേസ് വികസിച്ചു എന്നാണ്. സ്പേസ് വികസിച്ചപ്പോഴേ സൂര്യൻ ചെറുതായി, സ്പേസ് വലുതും സൂര്യൻ ചെറുതും, അങ്ങനെയാകാം. അതൊക്കെ വിവാദപരമായിട്ടുള്ള കാര്യമാണ്, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ലൈഫ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ലൈഫാണ് നമുക്കുള്ളത്. നമ്മൾ ജീവിക്കുന്നു, മൊത്തം ഭക്ഷണം കഴിക്കുന്നു, ഊർജ്ജമുണ്ടാക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ബോഡീൻ്റെ എല്ലാ ഫങ്ഷനും നടക്കുന്നു. പിന്നെ പ്രോട്ടീന്, പിന്നെ അമിനോ ആസിഡ്, മെയിനായിട്ട് മേജർ. അപ്പോൾ ആ സാധനങ്ങൾ, പ്രോട്ടീൻ്റെ കുറവുണ്ട്, നമുക്ക് സുഖിടം വരുന്നുണ്ട്. അമിനോ ആസിഡ്സിൻ്റെ കുറവുണ്ട്, സുഖിടം. അല്ല, എല്ലാ സുഖിടവും പുറത്തുനിന്നും സാംക്രമിക രോഗമായിട്ട് വൈറസും ഫംഗസും ബാക്ടീരിയ ആയിട്ടുള്ള അറ്റാക്ക് കൊണ്ട് നമ്മുടെ DNA സിസ്റ്റമാണ്. ഇപ്പോൾ കൊറോണ വൈറസ് വന്നപ്പോഴത്തേക്ക് നമുക്ക് DNA വലിയൊരു വ്യത്യാസം വന്നിട്ട്. ഇന്ന് കൊറോണയ്ക്ക് മുമ്പ് അസുഖത്തിന് കൊടുത്ത മരുന്നും ഡോക്ടർമാർ പല എൻ്റെ സുഹൃത്തുക്കൾ അത് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് അസുഖം മാറുന്നില്ല.
അപ്പോൾ ഈ ഡി എൻ എ ചെയ്ത് വരും. അത് വരുന്നത് നേച്ചുറലായിട്ട് ഡി എൻ എ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വരുന്നത് അങ്ങനെ എത്രയോ കാലങ്ങളിൽ നമ്മളറിയാതെ ഡി എൻ എക്ക് അല്ലാതെ തന്നെ ഇപ്പോൾ വൈറസ് കയറിയിട്ടാകണമെന്നില്ല, സാഹചര്യത്തിൻ്റെ ഇതുകൊണ്ടും ക്ലൈമാറ്റിക് കണ്ടീഷൻ എല്ലാം കൊണ്ട് നമുക്ക് ഡി എൻ എക്ക് മാറ്റം വന്നിട്ടുണ്ട്. വല്ലാതെ അപ്പൻ്റെ ഡി എൻ എ മകന് അമ്മ ആ കൺസെപ്റ്റ് ഇല്ല, പണ്ടത്തെ ഇല്ല. അപ്പൻ്റെ അമ്മയുടെ സ്വഭാവമല്ലേ വരുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പൻ്റെ അമ്മയുടെയും അപ്പൻ്റെ കൊണ്ട് ജനറ്റിക് ഒക്കെ തിയറിയൊക്കെ തെറ്റിപ്പോയി. അപ്പോൾ അതുകൊണ്ട് മാറ്റം വന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരോട് വ്യാപരിക്കുന്നത്? ഞാൻ അല്ലാത്ത നിങ്ങളോട് ഞാൻ നിങ്ങളൊന്നും ഞാനല്ല, ഞാനല്ല, ഞാൻ നിങ്ങളുമല്ല. അപ്പോൾ നിങ്ങളാണ്, നിങ്ങൾ ഇന്നാണ് ശരി, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ കുറേ സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ചുറ്റുപാട് പോകുന്നത് നടക്കത്തില്ല. അതിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ, അയൽക്കാർ, സുഹൃത്തുക്കൾ, ഓഫീസിൽ, ഇതെല്ലാം നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ കാര്യം മുന്നോട്ട് പോകില്ല. അപ്പോൾ അവിടെ എന്താണെന്നറിയോ, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഇമോഷൻ കൊണ്ട് കളിക്കരുത്. നമുക്കുള്ള ഇമോഷൻ നമ്മുടെ ഇമോഷൻ അവിടെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഇമോഷൻ മറ്റൊരാൾക്ക് ഉണ്ടെന്നൊന്നും ഉറപ്പാക്കാൻ പറ്റില്ല. അയാളെ കൊണ്ട് ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് നടക്കില്ല. അല്ലേ, തല്ലിപ്പഴിപ്പിച്ച മാങ്ങ വഴിക്കില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്നത് അസ്വസ്ഥത, ഇമോഷണൽ ഞാൻ പറഞ്ഞില്ലേ, അപ്സെറ്റ്, ബർഗർ, ടർബുലൻസ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, ആ പ്രതീക്ഷയ്ക്കനുസരിച്ചപ്പോൾ അവർ ഉയരുന്നില്ല എന്ന് കാണുമ്പോൾ അവരങ്ങനെ ആയില്ലല്ലോ, ചെയ്തില്ലല്ലോ, എന്നോട് സ്നേഹമില്ല. ഇതെന്ത് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ആർക്കാണുള്ളത്? സ്നേഹം എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, എണ്ണ നടത്തം. സത്യം വേറൊരുത്തുണ്ട് മലയാളത്തിൽ സ്നേഹത്തിന്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്ന സാധനം അത് ഭൂമിയിൽ എവിടെയുള്ളത്? ആർക്കാണുള്ളത്? നമുക്കുണ്ട്, സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം. സ്നേഹത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഊർജത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ ഉറവിടമായിട്ടുള്ള ദൈവം തമ്മിലുള്ള സൃഷ്ടാവിലാണ് സ്നേഹം. അപ്പോൾ ലവ് എന്ന് പറയുന്നത് ഗോഡിലേ ഉള്ളൂ, അല്ലാതെ ഹ്യൂമനിലൊക്കെ വരുന്നത് എത്രയാണ്? അത് ചെറിയൊരു ശതമാനം മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മനസ്സിലാ, ദയ ആണെങ്കിലും അതിന് 2 തരത്തിൽ, അറബിൽ 2 വാക്കുണ്ട്. ഒന്ന് റഹ്മാൻ എന്ന് പറഞ്ഞ വാക്കുണ്ട്, റഹീം എന്ന് പറഞ്ഞ വാക്കുണ്ട്. റഹ്മാൻ എന്ന് പറഞ്ഞ വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ദൈവം നമുക്ക് എല്ലാവർക്കും തരുന്നത്. റഹീം എന്നുള്ള പ്രത്യേകത ഈ സൃഷ്ടാവ് ഒരു മതപരമായിട്ട് എടുത്തു നോക്കിയാൽ എല്ലാവർക്കും കൊടുക്കില്ല. അത് അവന് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കും. അവൻ്റെ വേണ്ടപ്പെട്ടവനാണ്, അങ്ങനെ അവൻ ചിട്ടപ്പെടുത്തി അവൻ്റെ ജീവിക്കുന്നവനാണ് റഹീമായിട്ടുള്ള സാധനം കൊടുക്കുന്നത്. അല്ല എല്ലാവർക്കും റഹ്മാൻ കിട്ടുന്നു, റഹ്മാൻ. അപ്പോൾ അത് തന്നെ നമ്മൾ കാരുണ്യം കാണിക്കണം, ദയ കാണിക്കണം ആളുകളോട് എന്ന് പറയുന്നത് മനുഷ്യന് സാധ്യമല്ല. എങ്ങനെ? 100%. അപ്പോൾ നമ്മൾ ദയ കാണിക്കേണ്ടത് കാരണമാണ്, മാപ്പാക്കണം, പൊറുക്കണം, മറക്കണം. എന്ത് മറക്കാനോ? അങ്ങനെയാണെങ്കിൽ പഠിച്ചാൽ മുഴുവൻ മറന്നുപോയില്ലേ? ഞാനിതുവരെ പഠിച്ച സാധനങ്ങൾ മുഴുവൻ മറക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കൊന്നും അറിയില്ല വന്നേനെ. ഒന്നും മറക്കാനൊക്കത്തില്ല കേട്ടോ, മറക്കാൻ നോക്കുക. പക്ഷേ ആ കാര്യങ്ങളെ കഴിഞ്ഞു പോയതിനെ വീണ്ടും നമ്മളെടുത്ത് ചിന്തിക്കാതെ ഇരിക്കാൻ നമ്മുടെ വിൽ പവർ ഉപയോഗിക്കാന്നുള്ളൂ. ആര് പ്രവർത്തിച്ച് ചിന്നക്കാര്യമാണെങ്കിൽ ശരി, ആ കാര്യം നമുക്കുണ്ടാകും, നമ്മുടെ മനസ്സിലുണ്ടാകും. അതിൻ്റെ നിന്നും ഉള്ള പാഠം നമ്മൾ പഠിച്ചിട്ട് ആ പാഠം ഉൾക്കൊണ്ടിട്ട് പിന്നെ വേണം ആ ആളുടെ അടുത്ത് ഡീൽ ചെയ്യണം. ഒരാളിൽ നിന്ന് ഭയങ്കര അനുഭവം ഉണ്ടായി, പെട്ടെന്ന് പറ്റിയതായിരിക്കും ചെയ്യും. അത് കഴിയുമ്പോൾ എന്താണെന്ന് പറയുക, എപ്പോഴും ഇട്ടത് ഉണ്ടായ 2-3 പ്രാവശ്യം, 3 പ്രാവശ്യം കഴിഞ്ഞാൽ അയാളൊക്കെ കട്ട് ചെയ്യണമെന്നല്ല, സ്നേഹത്തോടു കൂടി മാറ്റി നിർത്തണം. അയാളുടെ അടുത്ത് പിന്നെ ഇടപെടാൻ പറ്റില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ അയാളെങ്ങനെ അല്ലേ, ശങ്കര നിങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഡിസ്റ്റൻസ് പാലിക്കുക. എന്നുവെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് പേഴ്സണാണ്. നമ്മുടെ കൂടെ നമ്മൾ വന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരും വരുവില്ല ഇനി. അപ്പോൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഭാഗത്തിൽ ഭാര്യയിൽ നിന്നായാലും ഭർത്താവിൽ നിന്നായാലും മക്കളിൽ നിന്നായാലും എന്ത് ചെയ്യണം? അവർ വെറുക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അവരങ്ങ് മാറ്റി നിർത്തുക, ഡിസ്റ്റൻസ്. അപ്പോൾ അതിനു മുമ്പ് അവരുണ്ടായിരുന്ന രീതിയിൽ പിന്നെ നമുക്ക് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റത്തില്ല. പോയാൽ അപകടമാണ്. അപ്പോൾ അങ്ങനെ അവരെ വെറുക്കാൻ വേണ്ട. നമുക്ക് സ്നേഹത്തിൻ്റെ ഭാഗം തട്ടുകളുണ്ടല്ലോ, തലങ്ങളുണ്ട്, മനസ്സിലായി? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുകയല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളോട് സംവദിക്കുന്ന, നമ്മളായിട്ട് ഇടപെടുന്ന, അത് ഭാര്യ മക്കൾ ഒക്കെ ആണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ആരാണെങ്കിലും ശരിയാണ്.
ഇനി ദൈവത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറയും, ഞാനുള്ളത് നന്നായിട്ട് എല്ലാം നല്ല രീതിയിൽ ജീവിക്കുന്നു, എല്ലാം ചെയ്യുന്നു, നന്മ ചെയ്യുന്നു, ധർമ്മം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അപ്പോൾ അതനുസരിച്ച് ദൈവം ഇങ്ങനെ തന്നോളൂ അങ്ങോട്ട് തരുന്നു. അങ്ങനെ ദൈവം തരാം. അപ്പോൾ ദൈവത്തിന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകനായിട്ടുള്ള ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വിട്ടുപോയിട്ട് എല്ലാ മതത്തിലും, ഞാൻ ഇന്ന മതമൊന്നുമല്ല, ഹിന്ദുയിസം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും മുസ്ലിങ്ങളും ആണെങ്കിലും ശരി, ഏക ദൈവത്തിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകുന്ന കാര്യം അത് ചെയ്ത് കഴിയുമ്പോൾ അത്രമാത്രം സ്നേഹിച്ചു, ആരാധനയൊക്കെ നടത്തി എനിക്ക് കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നില്ല. മാത്രമല്ല ഒരുപാട് ഉപദ്രവങ്ങൾ വരും. ഉപദ്രവം ദൈവം എന്ന് പറഞ്ഞാൽ ഈ മെയിൻ ഊർജ്ജം ഉപദ്രവിക്കാനിരിക്കുന്നതൊന്നുമില്ല. അത് നിങ്ങളതേ മനസ്സിലാക്കണം. ഈ ഉപദ്രവങ്ങൾ നമുക്ക് വരുന്നത് കർമ്മഫലമാണ്. നമ്മളെന്ത് ചെയ്യുന്നു അത് തന്നെ. നമ്മൾ മലന്ന് കിടന്ന് തുപ്പിയാൽ അത് നേരെ വന്ന് നമ്മുടെ മുഖത്ത് തന്നെ വീഴും. അപ്പോൾ എന്നാൽ തുപ്പി പോയി, അത് ശരിയാണ്. പക്ഷേ ദൈവം എന്നെ സംരക്ഷിക്കേണ്ടതില്ലെന്ന് പറഞ്ഞാൽ വള്ളി പറഞ്ഞാൽ മതി. ദൈവം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ പിന്നെ ഇങ്ങനെ എല്ലാ മതത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്, എനിക്കറിയില്ല കേട്ടോ. എത്ര പാപം ചെയ്തിട്ടുണ്ട്, ദൈവത്തിനോട് പാപത്തിന് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തു കിട്ടും. അതൊന്നുമില്ല. മനുഷ്യനോട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മനുഷ്യനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് അധികാരമില്ല. എല്ലാ മതത്തിനും പറയുന്നത്. ആർക്ക് അല്ലെങ്കിൽ പുരോഹിതന്മാർക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സംവദിക്കുകയാണെങ്കിൽ സംവദിക്കാം, അല്ലെങ്കിൽ എന്നോട് ചോദിക്കാം. പ്രത്യേകിച്ചും ഇസ്ലാം മതത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരാളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ ആ ഉപദ്രവം അയാൾക്ക് നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ നഷ്ടത്തിന് പരിഹാരം അയാളെ അറിയാതെ തന്നെ ചെയ്യണം. വെറുതെ മാപ്പി ചോദിച്ചുകൊണ്ട് പറ്റില്ല. മനസ്സിലായ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ മരിച്ച ശേഷം അടുത്തൊരു തട്ടിലേക്ക് ഡെയിലി ജീവിതത്തിൽ പോകുമ്പോൾ അയാളോട് പോയിട്ട് നീ പറഞ്ഞിട്ട് സമാധാനം പറഞ്ഞേക്കുള്ള പരിഹാരം കൊടുത്തിട്ട് വരാൻ പറയും. അതിൽ രക്ഷ കിട്ടില്ല. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോയിക്കളാണെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. മനുഷ്യനെ ഉപദ്രവി ശാരീരികം, മാനസികം, സാമ്പത്തികം എല്ലാ രീതിയിലും മനുഷ്യനെ ഉപദ്രവിക്കുന്നതെന്ന് നമ്മൾ മാറി നിൽക്കാൻ ശ്രമിക്കണം. അത് മാറി നിൽക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോകണമെങ്കിൽ നമുക്കത് ശിക്ഷയുണ്ട്. ആ ശിക്ഷയേക്കാൾ കൂടുതൽ നന്മ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ശിക്ഷ കുറഞ്ഞിരിക്കും. എന്നല്ലാതെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാട്ടെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളും സ്വർഗത്തിൽ നരകത്തിൽ പോകും. അല്ലാതെ ഇസ്ലാമാണ് മുസ്ലിമായിട്ടുള്ളവൻ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞാൽ, മുസ്ലാം വരുന്നതിന് മുമ്പ് എത്ര കോടിക്കണക്കിന് മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ അവരെല്ലാം നരകത്തിൽ പോകും. ഇതൊക്കെ തെറ്റുതരമല്ലേ. ഏക ദൈവത്തിൽ സ്രോതസ്സിൽ മാത്രം വിശ്വസിക്കുക, അതാണ് നമ്മൾ സിട്ടാവുന്ന വിശ്വാസം. അതിൽ നിന്നും മാറുന്ന ഏത് മതത്തിലുള്ള ആളാണെങ്കിലും ശരി കേട്ടോ, ആ നരകത്തിൽ പോകുന്ന എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയല്ലാതെ ഒരു സ്രോതസ് അല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള സ്രോതസ്സുകളിൽ വരുമ്പോൾ ഒരുപാട് ആചാരങ്ങൾ അങ്ങനെ അനുധാരികളൊക്കെ ഉണ്ടാവും അല്ല. അപ്പോൾ നമ്മളതുകൊണ്ട് പണ്ട് കാലത്ത് എന്താ ഉണ്ടായിരുന്നു, ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരുന്നത്, ബിംഹാരാധന മാത്രമല്ല, അപ്പൻ്റെ അപ്പനൊക്കെ മരിച്ചു പോയാൽ അവരെയൊക്കെ ആരാധിക്കലായിരുന്നു. അതൊക്കെ ഞാനും അതിനെക്കുറിച്ച് കൂടും മതത്തിൻ്റെ ഭാഗത്ത് എല്ലാ മതത്തിനും അങ്ങനെ നോക്കി വരുമ്പോൾ നമ്മളങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ പണ്ടായിരുന്ന യേശു ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്തുണ്ടാക്കുന്ന മനുഷ്യനാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയാനില്ല. ജനറ്റിക്കലായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാ ഇമോഷണലും എല്ലാം ബാധിക്കും. ഇപ്പം ജനറ്റിക്കൽ ഈ ബയോളജിക്കൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോർമോണും പിന്നെ എല്ലാ കാര്യങ്ങളും DNA RNA ഇതനുസരിച്ച് അതിലും ജനറ്റിക്കൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അത് സാഹചര്യത്തിൻ്റെ ഇതുമൂലം ജനറ്റിക്കൽ ചേഞ്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ വിറോളജി അനുസരിച്ചിട്ട് നമ്മൾ നോക്കിയെങ്കിൽ വൈറസിൻ്റെ വന്നു കഴിഞ്ഞാൽ പാറ്റേൺ മാറുന്നുണ്ട്. അതനുസരിച്ചൊക്കെ ഇവരുടെ സ്വഭാവങ്ങളൊക്കെ മാറും. അപ്പോൾ നമ്മളുണ്ടായിരുന്നപ്പോൾ നമുക്കിട്ടും കൊറോണ വന്നില്ല. നമ്മളൊക്കെ മക്കൾക്ക് കൊറോണ വന്നു കഴിഞ്ഞേച്ച് ആ മകൻ അതുപോലെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറേ അത് കട്ടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താണോ അത് നമ്മൾ സ്നേഹമുണ്ടെങ്കിൽ എവിടെയുണ്ട്, എനിക്ക് സ്നേഹമുണ്ട്, എന്നിൽ സ്നേഹമുണ്ട്, നിങ്ങളവിടെ വെച്ചോ, ആർക്കെങ്കിലും വേണം വന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കുക. ഞാൻ കൊടുത്തുള്ള സ്നേഹം തിരിച്ചു കിട്ടാനുള്ള സാധനമില്ലല്ലോ. സ്നേഹം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു തീരാത്ത സാധനമാണ്. പൈസ ആണെങ്കിൽ ഞാൻ കൊടുത്തൊരു 50,000 ഒരാൾക്ക് കൊടുത്ത് എൻ്റെ ആവശ്യം വന്നപ്പോൾ എനിക്ക് അയാൾ 50,000 തന്നു, 25 തരണ്ടേ എന്ന് കണക്ക് പറയണ പോലെ അല്ല സ്നേഹം. സ്നേഹമെന്ന് പറഞ്ഞാൽ കൊടുത്താൽ ആ സാധനം കുറഞ്ഞൊന്നും തോന്നുകയില്ല. ഓക്കെ, കൊടുക്കാതിരിക്കാതെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ കൂടുകയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കുക. നിങ്ങളങ്ങ് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹം വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും സ്നേഹം ഉണ്ടെങ്കിൽ കൊടുക്കണം. അത് ആരാണെന്ന് നോക്കണ്ട. അത് ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം,
എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? വേണോ ഇങ്ങോട്ട് വരണം, സ്നേഹിക്കാൻ വന്ന് സ്നേഹിക്കാം. അല്ലാതെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കാൻ പോയി എന്നാ പറ്റുമെന്ന് അറിയോ? ഇവൻ എൻ്റെ പുറകിൽ ഞാൻ എന്ത് ചെയ്താലും നമുക്ക് കാണിച്ച് തല്ലും കൊണ്ട് എന്താണ് കിടന്നോളൂ. അത് വരില്ല. ദൈവം തമ്പുരാനാണ് സ്നേഹം മടിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് അല്ലേ? എന്താണ് മിനിമം? ഞാൻ എല്ലാ മനുഷ്യനെ സ്നേഹിക്കും. ദൈവവചനങ്ങളാണ് എല്ലാ മതങ്ങളും പറഞ്ഞത്. എങ്ങനെ? നിങ്ങളുടെ എക്സിസ്റ്റൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും എണ്ണാൻ തരാം, കുടിക്കാൻ വെള്ളം തരാം, മഴ വർഷിപ്പിച്ച് തരാം എന്നല്ലാതെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണമെങ്കിലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. ദൈവത്തിനെ സ്നേഹിക്കുന്നതിന് മാത്രമേ ദൈവമുള്ള എക്സ്ട്രാ. അതാണ് എന്താണ് റഹീം എന്ന് പറയുന്ന അർത്ഥം. ദൈവമുള്ളത് ദൈവത്തിനെ സ്നേഹിക്കുന്ന, എങ്ങനെയാണ് ദൈവം പറയുന്ന വിധത്തിൽ മാക്സിമം ശ്രമിക്കുന്ന ആ രീതിയിൽ പോകാനുള്ള ആൾക്ക് റഹീമാണ്. മറ്റുള്ളവർക്ക് റഹ്മാനാണ്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. മഴ പെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ കൊടുക്കാതിരുന്നാൽ പറ്റും. എന്താ കാര്യം? നല്ലവനെ മാത്രം, ദൈവത്തിനെ സ്നേഹിക്കുന്നതിന് മാത്രമായിട്ട് മഴ പെയ്യിപ്പിക്കാൻ പറ്റും. അതെല്ലാത്തിനും കിട്ടും. അപ്പോൾ അല്ല, നല്ലവനല്ലാത്ത ആൾക്ക് അതിനിടയിൽ നല്ലവനുണ്ടാവും. ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങി വരുമ്പോഴത്തേക്ക് പ്രളയം വരുന്നു, ഭൂമി കുലുക്കം വരുന്നു, എല്ലാം വരുമ്പോൾ ദൈവം സ്നേഹിക്കുന്നതിനെ മാത്രമായിട്ട് ഭൂമി കുലുക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അങ്ങനെ സൊസൈറ്റിയിലെ ആളുകൾ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് വരുമ്പോൾ അതിലെല്ലാവരും പെടും, നമ്മൾ പെടും. അപ്പോൾ നമ്മൾ ദൈവം സ്നേഹിക്കുന്നില്ല, ദൈവം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പ്രളയത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത 5 ഡേയിലാണ് അതിൻ്റെ ബാക്കി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തരം കച്ചവടമാണ് ഈ മതങ്ങളൊക്കെ. പണ്ടല്ല, മതത്തിൻ്റെ ആദർശം ഓരോ മതത്തിലുണ്ടായിരുന്നു. അതനുസരിച്ച് അവർ ശരിയായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകുക, വിൽ പവർ ഉണ്ടായിരുന്നു, അവർ ജീവിച്ചുകൊണ്ട്. അന്ന് ആളുകൾ അസ്വസ്ഥരാണ്, ഇന്ന് ഭയങ്കര അസ്വസ്ഥരാണ്. അയ്യോ എൻ്റെ പോലെ, ഞാനൊക്കെ ഭയങ്കര സുഖത്തിലിരിക്കുന്ന ആളുകളായിരിക്കുന്നു. അവർക്ക് സംബന്ധിച്ച് കഴിയുമ്പം അവരുടെ പ്രയാസം പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ് നമ്മളൊക്കെ ആണെങ്കിൽ സാധാരണക്കാരിങ്ങനെ ആയിരിക്കും എന്നൊക്കെ. ഇതിപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിക്കുന്ന ഇമോഷണൽ ലെവലിൽ അവരായിട്ട് സംവദിക്കുന്നവർ ഈക്വൽ ആയിട്ട് പ്രതികരിക്കുന്നില്ല. അത് മണ്ടത്തരല്ല. വേറെ ആൾ നമ്മളെങ്ങനെയാവണം അതുപോലെ വേറെ ആളാക്കാൻ പറ്റും. അത് നിങ്ങൾക്കറിയോ? ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനുള്ള ഈ ഭൂമിയിൽ ഒരാളേ ഉള്ളൂ. ഒരാളുടെ സാദൃശ്യത്തിൽ 7 പേരുണ്ട്. അത് ഫിസിക്കലായിട്ട് അപ്പിയറൻസിൽ മമ്മൂട്ടി, ഇപ്പോൾ മോഹൻലാലിൻ്റെ കിടൂപ്പൊക്കെ ഇല്ലേ, മമ്മൂട്ടിയുടെയൊക്കെ മിമിക്രിയൊക്കെ കാണാം. മമ്മൂട്ടി തനി മോഹൻലാൽ പോലെ ഇരിക്കും. അങ്ങനെ ഫിസിക്കാലിറ്റിയിലുള്ളതല്ലാതെ ഈ ഇൻഡിവിജ്വലായിട്ടുള്ള ആൾ ഒന്നേ ഉള്ളൂന്നേ. അതൊന്ന് പതുക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക. കട്ടിയായിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്നും കൊണ്ട് വീണ്ടും കേട്ടിട്ട് ചിന്തിക്ക്. തീർച്ചയായിട്ടും എന്താണ് ലൈഫ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ അങ്ങനെ എവല്യൂഷൻ ആൻഡ് പീക്ക് എത്തിക്കഴിയുമ്പോൾ തീരും. അപ്പോൾ ഒരു ലൈഫ്, ഒരു കുഞ്ഞ് ജനിച്ച് ഇവിടെ വീണ് കഴിയുമ്പോൾ ഇങ്ങനെ എവല്യൂഷൻ വന്ന് ചെയ്തു. ആ മാറ്റത്തിന് ഞാൻ തയ്യാറല്ല. ഞാൻ വേണ്ടതല്ലേ. നമ്മളിപ്പോൾ മാറ്റത്തിന് തയ്യാറല്ല എന്ന് പറയുന്നത് എന്താ? മാറ്റത്തിന് തയ്യാറല്ലാതെ 5 നേരവും പിടിച്ച് ചിക്കനാ എന്താണ് പോത്ത് ഒക്കെ തിന്ന് അങ്ങനെ നോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ എല്ലാം കൂടി ചത്തവും. അപ്പം നമ്മൾ വെജിറ്റേറിയനിലേക്ക് മാറേണ്ട ഒരു ആവശ്യം വന്ന് ഇനി അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി പഠനത്തിൻ്റെ എല്ലാം വരും. ഇപ്പം ഞാനിപ്പോൾ IELTS OET ഒക്കെ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ IELTS സാറന്മാരൊന്നും വേണ്ട, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നിരിക്കുന്നത് അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് പണി അറിയില്ല. എനിക്ക് വേറെ പണികൾ അറിയാം. IELTS പണി കിട്ടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് കയറി കഴിഞ്ഞാൽ എനിക്ക് വേറെ പണി അറിയാം. ആ പണികൾ ചെയ്യും. അത്ര ആസിഡൊന്നും പ്രശ്നമൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മൾട്ടി ടാസ്കിങ് ആക്കി വെക്കാം. നമ്മൾ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ എൻജിനീയർ, എന്താണ് നെറ്റ്വർക്ക് എൻജിനീയർ, അതെല്ലാം സോഫ്റ്റ്വെയറും വിഷമാക്കി വെക്കണം. ഇങ്ങനെ എൻജിനീയറിൻ്റെ പല ശാഖയിലും കുറച്ചായിട്ടുള്ള അറിവുണ്ടെങ്കിലും അപ്പോൾ ഏതെങ്കിലും ശാഖയിൽ ഇത് വന്നു കഴിഞ്ഞാൽ അവൻ്റെ കഞ്ഞി കൂടി കൊണ്ടെത്തുന്നത് അല്ലെങ്കിൽ പിന്നെ വലിയ പണിയായി കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചേർത്തിട്ട് പറയണം കേട്ടോ. ബയോളജിക്കൽ ഒരു ബീയിങ് ആണ്. നമുക്ക് മ്യൂട്ടേഷൻസ് വരും, സാധനങ്ങൾ വരും. കഴിഞ്ഞ 25 വർഷം മുമ്പ്, 25 വർഷം മുമ്പ് ഉണ്ടായിരുന്നിട്ട് വരെയുള്ള ആളല്ല ഇപ്പോൾ വരാം. ഒരു കുട്ടി വലുതായിട്ട് 25 വയസ്സ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ
അപ്പോൾ നമ്മളിപ്പോൾ ഒരു 50 വയസ്സുള്ളവനാണെങ്കിൽ ഞാൻ വിചാരിക്കുന്ന പോലെ ഈ കുട്ടി 25 ചെയ്യണമെന്ന് നടക്കത്തില്ല. നിങ്ങൾ ഇതിലേക്ക് പിടിവാശി പിടിച്ചിട്ട് അന്ന് വാശി പിടിച്ച് മഴയൊന്ന് പെയ്ച്ചേ, എന്തുവാ ഇത്, നിങ്ങൾ സഹിക്കുകയാണ് ചൂട് അല്ലേ? അപ്പോൾ പലതിലും ഫ്ലെക്സിബിൾ ആകണം. അതാണ് ഞാൻ പറഞ്ഞത്, മ്യൂട്ടേഷൻസ് ഇങ്ങനെ യൂണിവേഴ്സിന് മൊത്തം വന്നിരിക്കുന്നത്. അപ്പം മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നമ്മൾ മാറണം. ഞാൻ അങ്ങനെ പറ്റാനാണെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിനാണ് ഫാൾസിക്കോ. ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ട് കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞു പോയത് കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. പിന്നെ നിങ്ങൾ ആരും ഇങ്ങനെ എന്താ ഒരു കാണുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈക്ക് കാണുന്നില്ല. ഇവിടെ നോക്കുമ്പോൾ ആളുകൾ ലൈക്കല്ലേ, ലൈക്ക് കിട്ടിയിട്ട് എനിക്ക് ഒരുപാട് കോടിക്കണക്കിന് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാകാനൊന്നുമില്ല. പക്ഷേ ആളുകൾ കാണുമ്പോഴത്തേക്കും ഇത് ലൈക്കില്ലാത്ത സാധനം വേറെ ആൾ കാണില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരും. അതിന് ഒരു കുത്തുണ്ട്, നിങ്ങൾ കുത്തണം. എന്നോട് സ്നേഹം ഉണ്ടായിട്ട് കുത്തുന്നില്ല, നിങ്ങൾ കണ്ടതല്ലേ, അപ്പോൾ ഒറ്റ കുത്തണം. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് പറയാൻ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും പറയുന്ന പ്രതികരിക്കുന്നൊന്നും, ഇപ്പോൾ ഇതിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ അവർ കമൻറ്റിൽ പറയണ്ടേ, അല്ലെങ്കിൽ ക്ലാരിഫിക്കാൻ വേണ്ടി ഒന്ന് വാട്സാപ്പിൽ വിളിച്ചു ചോദിക്കണ്ടേ. ഇതൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അല്ല പിന്നെ ഞാൻ വെറുതെ മെനക്കെടുന്നതിനാ വേറെ എന്തെങ്കിലും പണിക്ക് പോയപ്പോൾ. പക്ഷേ ഇത് എൻ്റെ ദൗത്യമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ മനസ്സിലാക്കി വേറെ ആൾക്ക് കൊടുക്കണം. മനസ്സിലായി, എന്നെ ഒരുപാട് ആളുകൾ സ്നേഹിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉള്ള സ്നേഹം വേറെ ആൾക്ക് ആവശ്യമുള്ളവർക്ക് സ്നേഹം കൊടുക്കുക. അതുവരെ അറിവ് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളൂ, പുസ്തകത്തിൽ നിന്ന് വായിച്ചതും എല്ലാം കൂടെ എങ്ങനെ ആയിക്കോട്ടെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. ആ അറിവുള്ള ഞാൻ വെച്ച് കൂട്ടി എങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഡോക്ടേഴ്സിൽ വെക്കാൻ വേണ്ടിയൊന്നുമല്ല വെച്ച് അത് കത്തിപ്പിട്ട് തന്നെ കൊടുക്കണം. എനിക്ക് കിട്ടിയ അറിവ് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ് ഇതിന് പിന്നാലെ. അല്ലാതെ ഇവിടെ കിടന്ന് ഷൈൻ ചെയ്യണം യൂട്യൂബിലേക്ക് ഇവിടെ ഒന്നും വേണ്ട. ഷൈനിങ്ങിന് എനിക്ക് ഉണ്ടായിട്ടുള്ള ഷൈനിങ്ങൊക്കെ ഉണ്ട്. അതൊക്കെ ഇന്നും അതിനാളുകൾ 10 പേരെങ്കിലും അറിയാനുണ്ടല്ലോ, അത് മതി. ഐ ആം ഹാപ്പി. ഓക്കെ, എനിവേ എൻ്റെ സന്ദേശം ഇതാണ്. എൻ്റെ ബർത്ത്ഡേയിൽ നിങ്ങൾക്ക് തരാൻ സന്ദേശം നിങ്ങൾക്ക് ഉപകരിക്കും, തീർച്ചയായിട്ടും ഉപകരിക്കും എന്നുള്ള ഗ്യാരണ്ടി ഞാൻ തരുന്നു. ഗോഡ് ബ്ലെസ് യു. ബൈ.